ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കിട്ടത്. ഫിലിപ്പിയ ലേഖന പഠനത്തിൽ നമ്മൾ ഇന്ന് 3-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുക. ആ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ചിന്തിച്ച് അടുത്ത ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നാൾ ഓർപ്പിച്ചതുപോലെ ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ സഭയുടെ യൂണിറ്റി എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് പറയുന്നത്. മുൻപ് സഭയ്ക്ക് പുറത്തായിരുന്നു, 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സഭയ്ക്ക് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നു നേരിട്ടതെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ അകത്തെ പ്രശ്നങ്ങളെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയാണ്. പുറത്തെ കോൺഫ്ലിക്റ്റ്, പുറത്തെ സംഘർഷം പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കുന്നത് പോലെ സുവിശേഷത്തിന്റെ വിരോധികളിൽ നിന്ന് തടവറവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഫിലിപ്പിയ സഭയിലെ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ പതറിപ്പോകാതെ ദൈവകൃപയിൽ അടിയുറച്ച് വിശ്വാസത്തിൽ നിലനിൽക്കാനും ധൈര്യത്തോടെ നടക്കാനും ദൈവമക്കൾക്ക് യോഗ്യമായ സുവിശേഷത്തിന്റെ യോഗ്യമായ ദൈവരാജ്യത്തിന്റെ പൗരൻ എന്ന നിലയ്ക്ക് നടക്കാൻ അവരെ പഠിപ്പിച്ചതിന് ശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ഉള്ളിലെ വിഷയങ്ങളെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും അവരുടെ ഇടയിൽ ഏതോ ചില കോൺഫ്ലിക്ട്സ്, ഭിന്നതകളോ വാദപ്രതിവാദങ്ങളോ അല്ലെങ്കിൽ ഐക്യതയില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അതിൽ 1-2 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ എന്ന ആശയത്തിലാണ്. ക്രിസ്തുവിൽ നിന്ന് ഇതൊക്കെയും നിങ്ങൾ അനുഭവിച്ചെങ്കിൽ, ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. 4 പ്രാവശ്യം ഏക 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 എന്നുള്ളത് ആവർത്തിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് എല്ലാവരും ഐകമത്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോ ഈ വിഷയത്തെ നമുക്ക് ഇന്ന് അല്പം ഹല്ലേലൂയ 3-ാം വാക്യത്തിലേക്ക് വന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പോ ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ കൂട്ടായ്മയുണ്ടെങ്കിൽ, ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഐകമത്യപ്പെടണം, ഏക മനസ്സുള്ളവരാകണം, ഏക സ്നേഹമുള്ളവരാകണം, എന്നിട്ട് ഏകഭാവമുള്ളവരാകണം. അങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് ആ ഐക്യതയ്ക്ക് വേണ്ടി, ഐക്യത എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ് അടുത്ത ഭാഗത്ത്. എങ്ങനെ നമുക്ക് ഐകമത്യപ്പെട്ട് ആയിരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അത് നമുക്കിങ്ങനെ കാണാം: നിങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. പ്രൈസ് ലോർഡ്. അപ്പോൾ ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് ആംബിഷൻ. സ്വാർത്ഥ താല്പര്യത്തോടെ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണാനാണ് പറയുന്നത്. സ്വന്തം പ്രമോഷൻ അല്ല ലക്ഷ്യം, മറ്റുള്ളവരുടെ അഭിവൃദ്ധി ആയിരിക്കണം ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യമല്ല, സെൽഫിഷ്നെസ് അല്ല. എല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവത്തെ സ്നേഹിപ്പാനും ഉയർത്താനും ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെയുള്ള നല്ല ആഗ്രഹമുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ. അതല്ല ഇവിടുത്തെ പ്രസക്തമായ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കാനായിട്ട് ഇത് പ്രോംപ്റ്റ് ചെയ്യുകയാണ്: നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേരിനും പെരുമയ്ക്കും വേണ്ടിയാണോ, അതോ ദൈവത്തിന് മഹത്വം ഉണ്ടാകാനും മറ്റുള്ളവർക്ക് അനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാകാനും വേണ്ടിയാണോ എന്നുള്ളത്. എന്ത് ചെയ്താലും അത് മറ്റുള്ളവരിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടിയാണോ, അതോ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ചെയ്യുമ്പോൾ ആരെങ്കിലും കൈയടിച്ചാൽ അത് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. ആ കൈയടി അവിടെ നടന്നോട്ടെ, പക്ഷെ നമ്മുടെ ഫോക്കസ് അവിടെയല്ല. കൈയടിച്ചാലേ കൈയടിക്കാൻ വേണ്ടിയേ ചെയ്യൂ എന്ന്
മനോഭാവം ഉണ്ടാകരുത്. മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനവും പ്രോത്സാഹനവും ഇല്ലെങ്കിലും നമ്മുടെ ഭാവത്തിന് എന്ത് വരത്തില്ല? മാറ്റം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ആ ഭാവത്തോടെ സകലതും ചെയ്യാനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവസഭയുടെ ഐക്യതയ്ക്ക് ഈ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ശാഠ്യം, ദുരഭിമാനം. മലയാളത്തിൽ ഇങ്ങനെ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തേത് വെയിൻ കോൺസീറ്റ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഐക്യതയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചവിട്ടുപടി ഇതാണ്. ഒന്ന്, ദുരഭിമാനത്താലൊന്നും ചെയ്യരുത്. പിന്നെ ശാഠ്യത്താലൊന്നും ചെയ്യരുത്. വെയിൻ കോൺസീറ്റ് നമുക്ക് ഉണ്ടാകരുത്. ആമേൻ. അതിന്റെ വിശദീകരണം, വെയിൻ കോൺസീറ്റ് എന്നുള്ള പദത്തിന്റെ വിശദീകരണം, ഇറ്റ് ഈസ് തിങ്കിങ് ടു ഹൈ ഓഫ് വൺസ് സെൽഫ്, ഓഫ് ഹാവിങ് എൻ എക്സസീവ് സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് പ്രീ ഓക്കുപ്പേഷൻ. ഞാൻ, എനിക്ക്, എൻ്റേത്, എല്ലാത്തിലും ഞാൻ കേന്ദ്രീകൃതമായിരിക്കണം. എല്ലാത്തിലും എൻ്റെ പേരുണ്ടായിരിക്കണം. എൻ്റെ എന്തോ പറയുക, എൻ്റെ പ്രൊമോഷൻ എല്ലായിടത്തും ഉണ്ടായിരിക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിഷയത്തിലും എനിക്ക് സ്ഥാനം കിട്ടണം. ഈ മനോഭാവം, ശാഠ്യം, ദുരഭിമാനം, പ്രൈസ് ദി ലോർഡ്, ഇത് നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ അത്ര മികച്ചവരൊന്നും അല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എങ്കിലും നമ്മൾ ഇടിച്ചു കയറി അതൊക്കെ എന്നെയും, ഫോർ എക്സാമ്പിൾ, ഒരു പാടാൻ അറിഞ്ഞുകൂടാത്ത എന്നെ കൊയറിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടായിട്ട് നിങ്ങൾ പാടിയാൽ മതി എന്ന് ഞാൻ ആ മനസ്സെനിക്ക്, അതാണ് എൻ്റെ മനസ്സെങ്കിൽ അത് സഭയ്ക്ക് അനുഗ്രഹമായി തീരുകയില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ആളാണ്. എൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ സ്വരവും ശബ്ദവും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. നമ്മുടെ സ്വന്തം പുകഴ്ച ഒരിക്കലും ലക്ഷ്യമിടരുത്. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ കുറച്ചുകൂടെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, വെൻ വി ലീവ് വിത്ത് ദ ഫീലിംഗ് ദാറ്റ് വി ആർ സോ ഇമ്പോർട്ടൻറ്റ്, ഓർ ഐ ആം സോ ഇമ്പോർട്ടൻറ്റ്, ഓർ സോ ഏബിൾ, ഓർ സോ ടാലന്റഡ്, we are out of God's will. Hallelujah. Of course you are talented. Of course you are important. Of course you are able. But if you are thinking that you are so important, so able, hallelujah, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല, എല്ലാ കഴിവും എനിക്കാ എന്നൊരാൾ ചിന്തിക്കുന്നതാണ് ആമേൻ ദുരഭിമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, വെയിൻ കോൺസീറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, ഇൻ ലോലിനെസ് ഓഫ് മൈൻഡ് ലെറ്റ് ഈച്ച് എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ഹിംസെൽഫ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്ന്, ശാഠ്യത്തോടെ ഒന്നും ചെയ്യരുത്, ദുരഭിമാനത്തോടെ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് എന്ത് ചെയ്യണമെന്നാണ്. ചെയ്യരുത് എന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ടത്? താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളണം. താഴ്മ ധരിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. വാട്ട് യു ഷുഡിൻ ബി ആൻഡ് വാട്ട് യു ഷുഡ് ബി. ഹല്ലേലൂയ. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? നാം എന്തായിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇൻ ലോലിനെസ് ഓഫ് മൈൻഡ് ലെറ്റ് ഈച്ച് എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ഹിംസെൽഫ്. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. ഫിലിപ്പിയർ 2:2 പറഞ്ഞിരിക്കുന്ന ഈ യൂണിറ്റിയെ അല്ലെങ്കിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടതായ മൂന്നാമത്തെ കാര്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുമ്പോൾ നമുക്ക് എത്രത്തോളം അത് മനസ്സിലാക്കണം എന്ന് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അന്നത്തെ കോണ്ടെക്സ്റ്റും ഒക്കെ മനസ്സിലാക്കണം. ഇന്നും വ്യത്യാസമൊന്നുമല്ല. ലോകം എപ്പോഴും ഉദ്ദേശിക്കുന്നത് സെൽഫ് പ്രൊമോഷനാണ്. അല്ലെങ്കിൽ ലോകത്തിന്റെ സിസ്റ്റം, ലോകത്തിന്റെ മെത്തേഡ്, ലോകത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ താൻ പുകഴ്ത്തുന്നതാണ്, തന്നെ ഉയർത്തുന്നതാണ്.
ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന്റെ ആറ്റിറ്റ്യൂഡിന്, മനോഭാവത്തിന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള, എതിരായിട്ടുള്ള, വിരുദ്ധമായിട്ടുള്ള വേറൊരു, അതിന്റെ മറുധ്രുവത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഐ മീൻ ഇവിടെ, ബിക്കോസ് ലോലിനെസ് ഓഫ് മൈൻഡ് ഈസ് അബൌട്ട് ദ ലീസ്റ്റ് അട്രാക്റ്റീവ് തിങ് ടു ദ തിങ്കിങ് ഓഫ് ദിസ് വേൾഡ്. ലോകം എപ്പോഴും, ലോകത്തിന്റെ പാറ്റേൺ എന്താ, സിസ്റ്റം എന്താ? മറ്റുള്ളവരെ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക. പല രീതിയിൽ. ചിലര് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും, ചിലർ അവരുടെ വാക്ചാതുര്യം പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും, ചിലർ അവരുടെ സ്വാധീനം, പല കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ലക്ഷ്യം തങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, തന്നിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ സിസ്റ്റം, ലോകത്തിന്റെ താല്പര്യം, രീതി. ആമേൻ. വെസ്റ്റ് എന്ന എഴുത്തുകാരൻ ഇങ്ങനെ അതിനെ, ഈ ഭാഗത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു ആശയം, ഇൻ പാഗൻ റൈറ്റേഴ്സ് ജനറലി ദ വേർഡ് ഹാഡ് എ ബാഡ് മീനിങ്. ഏതാ? ലോലിനെസ് ഓഫ് മൈൻഡ് എന്നുള്ളതിന് ഒരു ബാഡ് മീനിങ് ആണ്, ഒരു മോശമായ അർത്ഥമാണ് മറ്റ് എഴുത്തുകാര്, ആമേൻ, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പാഗൻ റൈറ്റേഴ്സ് ഒരു മോശം ആശയമാണ് അതിന് കൊടുത്തിരുന്നത്. ഒരു നല്ല ആശയമല്ല. അബ്ജക്റ്റ്, ഗ്രാവലിംഗ്. ബട്ട് വെൻ ഇറ്റ് കംസ് ഇൻ ടു ദ ന്യൂ ടെസ്റ്റമെന്റ്, ഇറ്റ്സ് മീനിങ് ഈസ് നോബിൾഡ്. ആമേൻ. വളരെ താഴ്ചയുള്ള, ഒരു ഉപയോഗമില്ലാത്ത, പ്രയോജനമില്ലാത്ത എന്നൊക്കെയുള്ള ആശയമാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ, ലോകത്തിന്റെ എഴുത്തുകാര് ലോലിനെസ് ഓഫ് മൈൻഡ് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അത് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ, ബഹുമാന്യമായ, ആമേൻ, ഒരു പദമായി, തന്നെത്താൻ താഴ്ത്തുന്നത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാര്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ആ കാലത്ത് the ancient Greeks considered lowliness of mind to be a fault. മനസ്സ്, താഴ്മയുള്ള മനസ്സിനെ അന്നത്തെ കാലത്ത് ആ ഗ്രീക്ക് അല്ലെങ്കിൽ യവന ലോകം, ഗ്രീക്ക് വേൾഡ് ചിന്തിച്ചിരുന്നത് അതൊരു തെറ്റാണെന്നാണ്. നോട്ട് എ വെർച്യു, അതൊരു ഗുണമല്ല, അതൊരു തെറ്റാണ്. ലോലിനെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് താഴ്മയുണ്ടായിരിക്കുക, വിനയമുണ്ടായിരിക്കുക, സൗമ്യതയായിരിക്കുക എന്നുള്ളതിന് അന്നത്തെ ലോകം അതിനെ വെർച്യു ആയിട്ടുള്ള കണ്ടത്, അതിനൊരു ഫോൾട്ടായിട്ടാണ് കണ്ടത്. ആമേൻ. ദ പാഗൻ ആൻഡ് ദ സെക്യുലർ ഐഡിയ ഓഫ് മാൻഹുഡ് ഈസ് സെൽഫ് അസർട്ടീവ്നെസ്. മാൻഹുഡ് എന്ന് പറയുന്നത് എന്താണ്? തന്നെത്താൻ ഉയർത്തുക, താൻ പോരിമ, താൻ എന്ന ഭാവം. അതാണ് പാഗൻ ആൻഡ് സെക്യുലർ ഐഡിയ ഓഫ് മാൻഹുഡ് എന്ന് പറയുന്നത്. ഇമ്പോസിങ് വൺസ് വിൽ ഓൺ അതേഴ്സ്, തൻ്റെ ഇച്ഛയെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ഞാൻ പറയുന്നതാണ് ശരി, ഞാനാണ് ശരി, ഇത് നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. ഇതാണ് ലോകത്തിന്റെ രീതി. വെൻ എനിവൺ stooped to others, he did so only under compulsion. Hence his action was ignominious or disgraceful. The Christian ethical idea of humility could not be reached by the secular mind. It lacked the spiritual soil. ലെൻസ്കി എന്ന എഴുത്തുകാരന്റെ വിശദീകരണമാണ്. ഇതിന് വിരുദ്ധമായതാണ് ക്രിസ്തീയ ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ആശയം ഈ പറയുന്ന ലോകത്തിന്റെ ആശയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതെന്താണ്? അത് ആത്മീയമായ മണ്ണിൽ ഈ പറയുന്ന സെൽഫ് എസ്റ്റീം ചെയ്യുന്നത് ആത്മീയ മണ്ണിൽ മുളയ്ക്കാത്ത കാര്യമാണ്, അതിന് യോഗ്യമല്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് ആമേൻ ഇതിനെ പ്രതി മറ്റെഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. ദി അപ്പോസ്റ്റൽ ന്യൂ ദാറ്റ് ടു ക്രിയേറ്റ് കോൺകോർഡ് യു നീഡ് ഫസ്റ്റ് ടു ബിഗറ്റ് ലോലിനെസ് ഓഫ് മൈൻഡ്. സ്പർജൻ, പ്രസംഗകനായ സ്പർജൻ ഇങ്ങനെ പറയുന്നത്, ദി അപ്പോസ്റ്റൽ പൗലോസ് അറിഞ്ഞു, ടു ക്രിയേറ്റ് കൺകോർഡ് യു നീഡ് ഫസ്റ്റ് ടു ബിഗറ്റ് ലോലിനെസ് ഓഫ് മൈൻഡ്. ഐക്യത ഉണ്ടാകണമെങ്കിൽ, ഒരുമിച്ച് നിൽക്കണമെങ്കിൽ, സഭയിൽ പൊരുത്തമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവജനത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ഫസ്റ്റ് ടു ബിഗറ്റ് ലോയൽനെസ് ഓഫ് മൈൻഡ്. ആദ്യം താഴ്മയുള്ള, വിനയമുള്ള മനോഭാവം, മനസ്സ് ഉണ്ടായെങ്കിലേ
സഭയിൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. Men do not quarrel when their ambitions have come to an end. തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതെയാകുന്നതെന്നോ അല്ലെങ്കിൽ അതെന്നാണോ മരിക്കുന്നത്, എൻ്റെ താല്പര്യത്തിന് പ്രസക്തിയില്ല, അത് വിഷയമല്ല എന്ന മനോഭാവം എപ്പോഴാണോ ഉണ്ടാകുന്നത്, അന്ന് എന്ത് അവസാനിക്കും? വഴക്ക് അവസാനിക്കും, തമ്മിലുള്ള വാദഗതി അവസാനിക്കും. സ്പർജന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. ഇനി ഇവിടെ പറയുന്നു എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ഹിംസെൽഫ്. താഴ്മ ഉണ്ടായിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുകയും വേണം. എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ഹിംസെൽഫ്, എന്നേക്കാൾ ശ്രേഷ്ഠനാണ് മറ്റൊരുത്തൻ എന്ന് എണ്ണണം. അല്ലെ? യേശു കാണിച്ചെന്ന മാതൃക, പാദം കഴുകിക്കൊണ്ട് കർത്താവ് കാണിച്ചെന്ന മാതൃകയെ നിങ്ങളിൽ നായകനാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? അവൻ ദാസനാകണം. എന്ന് പറഞ്ഞാൽ സെർവൻഹുഡ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ റിയൽ ലീഡർ. പ്രൈസ് ദി ലോർഡ്. ഒരു ലീഡറിന്റെ യഥാർത്ഥ മനോഭാവം അവൻ ദാസൻ ആയിത്തീരുന്നതിനടുത്താണ്. അതാണ് യേശു പഠിപ്പിച്ച ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, സെർവൻ ലീഡർഷിപ്പ്. ദിസ് റെബ്യൂക്സ് മച്ച് ഓഫ് ദ കൾച്ചേഴ്സ് concept of self-esteem. The Bible knows nothing of the idea that we should and must carry with us an attitude of confident superiority in every situation, and knows nothing of the idea that this is a foundation for a healthy human personality. അല്ലെ? ആമേൻ. തന്നെത്താൻ എസ്റ്റീമായി കാണിക്കുക എന്നുള്ളത് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ്. സെൽഫ് കോൺഫിഡൻസ്, സുപ്പീരിയോറിറ്റി ആറ്റിറ്റ്യൂഡ്, ഞാൻ മികച്ചവൻ, മറ്റെല്ലാവരേക്കാളും മിടുക്കൻ എന്ന കാഴ്ചപ്പാട് ബിബ്ലിക്കലല്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് അത് എതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിന്, പദ്ധതിക്ക് അത് എതിരാണ്, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് എതിരാണ്. ഞാൻ മറ്റുള്ളവനേക്കാൾ മിടുക്കനാണ്, ശ്രേഷ്ഠനാണ് എന്നുള്ള മനോഭാവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോഴാണ് ഹേർട്ട് ഉണ്ടാകുന്നത്? ഞാനൊരു അഭിപ്രായം പറഞ്ഞത് മറ്റാരും അത് അല്ലെങ്കിൽ അതിനെ വേറൊരാൾ അംഗീകരിക്കാതെ വരുമ്പോഴേക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഹേർട്ട് ഉണ്ടാകുന്നത്? ഞാൻ എപ്പോഴും ശരിയാണ്, ഞാനാണ് സുപ്പീരിയർ, ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന മനോഭാവമുള്ളത് കൊണ്ടാണ് നമ്മുടെ അഭിപ്രായം മറ്റൊരാൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടാകുന്നത്, മുറിവുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് സഭയിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒക്കെ ഇത് ബാധകമാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ മറ്റൊരുത്തനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഈ മനോഭാവം നമുക്കുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? സഭയിലായാലും കുടുംബത്തിലായാലും ഐക്യത നിലനിൽക്കുവാനിടയാകും. ഹല്ലേലൂയ. While we recognize the intrinsic value of every human life, we can't deny that the low self-esteem of some is justified and based in reality. When we are in rebellion against God, it is fitting for us to have a low self-esteem. Praise the Lord. നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ എസ്റ്റീം വാല്യൂ, അയാളുടെ ജീവിതത്തിന്റെ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എവറി ഹ്യൂമൻ ലൈഫ്, മറ്റൊരാളുടെ ജീവിതത്തിന്റെ വില, ആത്മാവിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ ആത്മാവിന്റെ വിലയെ, ആ വ്യക്തിയുടെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ ദൈവം നൽകിയിട്ടുള്ള ആ വാല്യൂവിനെ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ, we can't deny that the low self-esteem of some is justified and based in reality. When we are in rebellion against God, it is fitting for us to have a low self-esteem. അല്ലെ? നമ്മൾ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന കാലത്ത് നമ്മൾ ലോ സെൽഫ് എസ്റ്റീം, തന്നെത്താൻ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ദൈവത്തിനെതിരായിരുന്നു, ഒരു വിലയും ഇല്ലാത്തവർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ആസ് വി എസ്റ്റീം അതേഴ്സ് ബെറ്റർ, we will naturally have a concern for their needs and concerns. എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വാഭാവികമായും അവരുടെ ആവശ്യങ്ങളെ വിലമതിക്കും, അവരുടെ ആവശ്യങ്ങളെ ഓർത്ത് അതിനുവേണ്ടി നമ്മൾ സ്ഥാനം കൊടുക്കും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ.
ദിസ് സോർട്ട് ഓഫ് ഔട്ട്വേർഡ് ലുക്കിംഗ് മെന്റാലിറ്റി നാച്ചുറലി ലീഡ്സ് ടു എ യൂണിറ്റി അമംഗ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. അല്ലെ, അതല്ലേ നമുക്ക് മറ്റൊരാളെ ശുശ്രൂഷിക്കാൻ മനോഭാവം ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? വേറൊരാളുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും, മറ്റൊരാൾ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുമ്പോഴും, അവർക്ക് വേണ്ടി കരുതുമ്പോഴുമാണ് നമ്മുടെ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും വർദ്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏതൊരു കാര്യവും സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കാതെ മറ്റൊരാൾക്ക് അതെങ്ങനെ അഫക്റ്റ് ചെയ്യും, ആ വ്യക്തിയെ അതെങ്ങനെ സ്വാധീനിക്കും, അയാൾക്കത് ആത്മീയ വർധന ഉണ്ടാകുമോ അതോ അയാളുടെ മനസ്സിടിക്കുമോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത്, അവരുടെ ആത്മീയ ജീവിതത്തിന് ദോഷം വരരുത് എന്ന ചിന്തയോടെ നമ്മൾ സംസാരിക്കാൻ ഇടപെടാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തുണ്ടാകും? ദൈവസഭയിൽ ഐക്യതയും ദൈവസ്നേഹവും നിറഞ്ഞു നിൽക്കുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുക. പ്രൈസ് ദി ലോർഡ്. ഇഫ് ഐ കൺസിഡർ യു above me and you consider me above you, then a marvelous thing happens. എന്താ അത്? We have a community where everyone is looked up to and no one is looked down on. എന്ത് മനോഹരമായ ഒരു ആശയമാണ്. ഞാൻ നിങ്ങളെ വലിയ ആളെന്ന് കരുതും. വലിയ ആളെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അപ്പ്, യു ആർ ഗ്രേറ്റർ, യു ആർ ബെറ്റർ ദാൻ മീ എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഐ ആം ലുക്കിംഗ് അപ്പ്, നോട്ട് ഡൗൺ. അതുപോലെ മറ്റൊരാൾ എന്നെ അയാളെക്കാൾ ശ്രേഷ്ഠം എണ്ണുകയാണ്, കരുതുകയാണ്. അയാളും എന്താണ് ചെയ്യുന്നത്? മുകളിലേക്ക് നോക്കുകയാണ്. ദാറ്റ് മീൻസ് വി ആർ ഗ്രോയിങ് അപ്പ്, വി ആർ നോട്ട് ഗ്രോയിങ് ഡൗൺ. അല്ലെ, മുകളിലേക്ക് നമ്മൾ വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നേക്കാൾ മറ്റൊരുത്തനെ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ ശ്രേഷ്ഠൻ എന്ന് എണ്ണുമ്പോൾ അവിടെ മുകളിലേക്ക് നോക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ. അവിടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. മറ്റുള്ളവന് ഗുണം ഉണ്ടായില്ലേലും കുഴപ്പമില്ല, എൻ്റെ ഗുണം മാത്രം ഞാൻ നോക്കും എന്ന ചിന്തിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകരുത്. അല്ലെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തയിൽ വരാറുണ്ട്. ഹല്ലേലൂയ. എനിവേ, ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. പകരം നമുക്ക് വിഷയത്തെ നോക്കിക്കൊണ്ട് ആ വിഷയത്തിൽ നിന്നുകൊണ്ട്, വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നോക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. സ്വന്തം ഗുണം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് മാത്രം പോരാ, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഇതാണ് ദൈവസഭയുടെ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി എന്നുള്ളത് ലോകത്തിന്റെ പ്രിൻസിപ്പിളാണ്. എൻ്റെ നിലനിൽപ്പ്, എൻ്റെ വളർച്ച, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും മാത്രം അവസരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനം, അവരുടെ വളർച്ച, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന് പ്രാധാന്യമില്ലെന്നല്ല, അത് നോക്കണം, സ്വന്തം ഗുണം നോക്കണം. പക്ഷെ അത് മാത്രം നോക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അതാ അപ്പോസ്തലൻ ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇതുവരെ പറഞ്ഞു വന്ന ആ വിഷയത്തിന്റെ ഒരു കംപ്ലീഷനാണ് ഇവിടേക്ക് വരുന്നത്. As we put away our selfish ambitions, our conceit, and our tendencies to be high-minded and self-absorbed, we will naturally have a greater concern for the interest and needs of others. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് അവരുടെ ഗുണങ്ങൾ കൂടെ നോക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞ്, ശാഠ്യം വെടിഞ്ഞ്, ദുരഭിമാനം വെടിഞ്ഞ്, മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ആ ഉന്നതമായ മനോഭാവമുള്ളവരായി തീരുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കാൻ നമ്മൾ പ്രാപ്തിയുള്ളവരാകും, അല്ലെങ്കിൽ ആ മനോഭാവമുള്ളവരായി നമ്മൾ
മാറും. ആമേൻ. നമ്മുടെ ഗുണം നോക്കണ്ടെന്നല്ല പൗലോസ് പറയുന്നത്, മറ്റുള്ളവരുടേതും കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. വളരെ നമ്മൾ ആവർത്തിക്കാറുള്ളതോ നമുക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ മനഃപ്പാഠം അറിയാവുന്നതോ ആയ ഒരു വാക്യമാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let this mind be in you, which was also in Jesus Christ. ആമേൻ. അവിടെ മലയാളത്തിൽ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തു യേശുവിൽ ഉള്ള. ഇംഗ്ലീഷിൽ KJVയിലും NKJVയിലും ഒക്കെ നമ്മൾ കാണുന്നത് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മനോഭാവം. ആ ആശയത്തിന്റെ അല്ലെങ്കിൽ ആ രണ്ടും എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ ചില കമന്റേറ്റേഴ്സ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: മൂലഭാഷയിൽ ഈ രണ്ട് രീതിയിൽ വേണേലും ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷെ കൂടുതൽ ആപ്റ്റ് പ്രസന്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു ക്രിസ്തുവിൽ ഇപ്പോഴും ഏത് ഭാവമാണുള്ളത്? താഴ്മയുടെ ഭാവമാണുള്ളത്, വിനയത്തിന്റെ ഭാവമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ക്രിസ്തു യേശുവിൽ ഉള്ള ഭാവം, ആ ഭാവത്തിന്, യേശുവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കർത്താവിന്റെ ക്യാരക്ടറിന്, നേച്ചറിന് മാറ്റമില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ല, അല്ലെങ്കിൽ വേരിയേഷൻസ് ഇല്ല, ചെയ്യുന്നില്ല, മാറുന്നില്ല. കർത്താവിന്റെ മനസ്സ് അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവം അത് സ്ഥിരമായിരിക്കുന്നു, അത് മാറ്റമില്ലാത്തതാണ്. ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് കുറച്ചുകൂടെ യോജിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുന്ന കമന്റേറ്റേഴ്സിനെ കണ്ടു. എനിവേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫിലിപ്പിയർ 2:5 എപ്പോഴും മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. മസ്റ്റായിട്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കേണ്ട ഒരു വാക്യമാണ്. Let this mind be in you, which is also in Christ Jesus. അതിന്റെ നമുക്ക് അതിനെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ആക്ച്വലി 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട പാസേജ് ആണ്. അതിന്റെ ഒരു ഇൻട്രോഡക്ഷനാണ് 5-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതിന്റെ ഒരു ഇൻട്രോഡക്ഷനാണ്. ഇതുവരെ പറഞ്ഞു വരുന്ന ആ ഐക്യത ദൈവസഭയിൽ ഉണ്ടാകാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. താൻ ഭാവം, താൻ പോരിമ മാറ്റണം, ഞാനെന്ന ഭാവം മാറ്റണം, താഴ്മ ധരിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ യേശുവിലെ ഒരു ഉദാഹരണം കാണിക്കുകയാണ്. എക്സാമ്പിൾ, യേശുവിനെ മാതൃകയാക്കി അവതരിപ്പിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ചിലർ കരുതുന്നത് ഇതൊരു ആദ്യ നൂറ്റാണ്ടിലെ സഭ പാടിയിരുന്ന ഒരു ഗാനമാണ് എന്ന് ചിലർ കരുതുന്നു. Regard Philippians 2:5-11 as a hymn of the early church that Paul incorporated into his letter. ഒരു വിഷയം പറഞ്ഞു വന്നപ്പോൾ അവരുടെ ഇടയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു മനോഹരമായ ഒരു ആത്മീയ ഗീതത്തിന്റെ ഒരു ഭാഗം പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എടുത്തുദ്ധരിക്കുകയാണ് എന്നാണ് ഒരു വാദം. ഇതൊരു പാട്ടാണ്, ഈ ഭാഗം ഒരു ഗാനമാണ്, മനോഹരമായ ഒരു ഗാനമാണ്. നമ്മുടെ ബൈബിളിൽ നമുക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിലും ഇറ്റ് ഇസ് എ ഹിം, മനോഹരമായൊരു ഗീതമാണ്. നമ്മുടെ ട്രാൻസ്ലേഷനിൽ വന്നപ്പോൾ പാട്ട് രൂപേണ KV സൈമൺ സാറിനെ പോലുള്ളവരായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്യുമായിരുന്നു, അവര് അതിനെ മനോഹരമായ ശ്ലോകമാക്കി തന്നെ വേണമെങ്കിൽ, ശ്ലോകം എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആശയത്തിൽ തന്നെ എഴുതിയനെ. പക്ഷെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു, വളരെ ലളിതമായിട്ട് നമുക്ക് ഗദ്യരൂപത്തിൽ ലഭിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എനിവേ, ഇതൊരു ഗാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ പാസേജ് 5-11 എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ചിലർ ചിന്തിക്കുന്നത് ഇത് ആദ്യ നൂറ്റാണ്ടിലെ സഭ പാടിയിരുന്ന ഒരു പാട്ടിൽ നിന്ന് അതിന്റെ ഒരു ഭാഗം പൗലോസ് അപ്പോസ്തലൻ ഇതിനോട് ചേർത്ത് വെച്ചതാണെന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ ചിലർ ചിന്തിക്കുന്നത് പൗലോസ് തന്നെ ഇത് എഴുതിയതാണ് ഈ ഭാഗം എന്ന് ചിലർ ചിന്തിക്കുന്നു. Some commentators go so far as to suggest stanza and verse arrangements for the hymn.
This is possible, but not a necessary conclusion. Paul was capable of such inspired poetic writing himself. Example, 1 Corinthians chapter 13. 1 Corinthians 13 അധ്യായം നമുക്ക് ബൈ ഹാർട്ട് ആണല്ലോ അല്ലെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫെമിലിയർ ആണല്ലോ. ദ ചാപ്റ്റർ ഓഫ് ലവ് എന്ന് നമ്മൾ പറയുന്ന, ബൈബിളിലെ ചാപ്റ്റർ ഓഫ് ലവ് എന്ന് പറയുന്ന 1 കൊരിന്ത്യർ 13 അധ്യായം പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു ഗീതമാണത്, ഒരു കവിതയാണ്, ഒരു പോയമാണ്. 1 കൊരിന്ത്യർ 13 അധ്യായം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ ഒരു ഗാനമാണ് 1 കൊരിന്ത്യർ 13 അധ്യായം. നമുക്കും വേണമെങ്കിൽ പാട്ടുപോലെ പാടി പഠിക്കാം. അതിനെ അധികരിച്ച് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മറുഭാഷയിൽ ഞാൻ ഭാഷണം ചെയ്താലും, ആലയിൽ ആടുകളേറെ ഉണ്ടെങ്കിലും ലോകം മുഴുവനും സ്വന്തമാണെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏറെയില്ല. മറുഭാഷയിൽ ഞാൻ ഭാഷണം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ശൂന്യനത്ര എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഓക്കെ, എനിവേ ഒന്നിലധികം പാട്ടുകൾ ആ അധ്യായത്തെ അധികരിച്ച് ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏതായാലും ആ അധ്യായം 1 കൊരിന്ത്യർ 13 അധ്യായം പൗലോസ് അപ്പോസ്തലന്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ്, ഒരു പദ്യമാണ്, പോയമാണ്. അപ്പോൾ പൗലോസിന് ഇവിടെയും ഇതും പൗലോസിന്റെ തന്നെ വരികൾ ആയിക്കൂടാ എന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ തന്നെ വരികൾ ആയിക്കൂടാ എന്നില്ല. ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, ഇൻസ്പിറേഷനോടെ അദ്ദേഹം കുറിച്ചു വെച്ച മനോഹരമായൊരു അനുഗ്രഹീതമായൊരു തിയോളജിക്കലായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ വൺ ഓഫ് ദി പവർഫുൾ ക്രൈസ്റ്റോളജിക്കൽ പാസേജ് ഇൻ ദ മേ ബി മോസ്റ്റ് പവർഫുൾ ക്രൈസ്റ്റോളജിക്കൽ പാസേജ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാസേജ് ആണ് ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് ഈ ഭാഗം, ഇതിനെ കെനോസിസ് പാസേജ് എന്ന് ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നു. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ കെനോസിസ് പാസേജ് ഓർ കെനോട്ടിക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾ പുറകെ ആ വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് കെനോസിസ് അല്ലെങ്കിൽ കെനോട്ടിക് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ ജസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് ദിസ് പാസേജ് ഈസ് mentioned or titled as the kenosis passage. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഈ പാസേജ് കെനോസിസ് പാസേജ് ആണെന്നുള്ളത് മാത്രം നമ്മളിപ്പോ ചിന്തിക്കുക. എന്താണെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇവിടെ ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലെറ്റ് ദിസ് മൈൻഡ് ഇൻ യു വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശുവിലുള്ള, ക്രിസ്തയേശുവിലുള്ള ആ മനസ്സ്, ആ ഭാവം, ആ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അവിടേക്ക് നമ്മൾ ഇന്ന് അല്പസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ബിഫോർ പോൾ ഡിസ്ക്രൈബ്സ് ദ മൈൻഡ് ഓഫ് ജീസസ്, ഹി ടെൽസ് us വാട്ട് വി മസ്റ്റ് ഡു വിത്ത് ദ ഇൻഫർമേഷൻ. പൗലോസ് 6 മുതലുള്ള വാക്യങ്ങളിലാണ് യേശുവിൻ്റെ മനസ്സ്, ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ അധികരിച്ചുകൊണ്ട് യേശുവിനുള്ള മനസ്സ്, യേശുവിൻ്റെ നേച്ചർ, യേശുവിൻ്റെ ക്യാരക്ടർ, യേശുവിൻ്റെ മൈൻഡ്, യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് 6 to 11 ആണ് പറയുന്നത്. പക്ഷെ അതിനു മുൻപ് ആദ്യമേ തന്നെ പറയുകയാണ്, ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നതിന്റെ ആശയം എന്താണെന്നറിയാവോ? ആ മൈൻഡ് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ദ സെയിം മൈൻഡ് which I am going to write down about Jesus Christ or the mind of Christ. ഞാൻ തുടർന്ന് എഴുതാൻ പോകുന്നു. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ അറിയിക്കണമെങ്കിൽ എഴുതുന്നതിന്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എന്താണ്? ആ മനസ്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില വേളകളിൽ ഒരു സന്ദേശം പറഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാറുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളിൽ ഇതുണ്ടാകണം എന്ന അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആദ്യമേ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്ന യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറയുമ്പോൾ ഓരോ വാക്കുകളിലും നിങ്ങൾക്ക് ചിന്തയുണ്ടാകണം, ഇതെനിക്കുണ്ടാകണം. അവൻ ദൈവരൂപത്തിലിരുന്നു. ആരായിരുന്നു? ശ്രേഷ്ഠനായിരുന്നു.
എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അപ്പോ ആ മീൻ എൻ്റെ പദവി, എൻ്റെ സ്ഥാനം, ഞാൻ ആര് എന്നുള്ളതൊന്നും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, മുറുകെ പിടിക്കാൻ പാടില്ല. ദാസരൂപം എടുത്തു, താഴ്മയുള്ളവനായി തന്നെത്താൻ താഴ്ത്തി അനുസരിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ഓരോ വാക്കും കേൾക്കുമ്പോൾ ഈ മനസ്സ് എനിക്കുമുണ്ടാകണം. ഈ മനോഭാവം, ഈ സ്വഭാവം, ഈ ക്യാരക്ടർ, ഈ ക്വാളിറ്റി, ഈ ആറ്റിറ്റ്യൂഡ് അതെനിക്കും ഉണ്ടാകണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ പറയുകയാണ്, ഞാൻ ഇനി പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണം. ഇറ്റ് ഈസ് എ മസ്റ്റ്, യു ഷുഡ് ഹാവ് ഇറ്റ്. ലെറ്റ് ദിസ് ബി ഇൻ യു. ആമേൻ. അതൊരു റിക്വസ്റ്റ് അല്ല, അതൊരു കമാൻഡാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോടെയുള്ള ഒരു കമാൻഡാണ്. എന്താ കാരണം? ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവർക്ക് നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. ആമേൻ. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ മനസ്സും നമുക്കുണ്ടാകും. അതില്ലെങ്കിൽ നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇതിന്റെ പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ട് ശക്തമായി പറയുകയാണ്, ദിസ് ഇസ് നോട്ട് റെക്കമെൻഡേഷൻ, ദിസ് ഇസ് നോട്ട് റിക്വസ്റ്റ്, ദിസ് ഈസ് എ കമാൻഡ്മെന്റ്. ലെറ്റ് ദിസ് മൈൻഡ് ഇൻ യു വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തേശുവിനുള്ള ആ മനസ്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അതിന് വേറെ അപ്പീലില്ല, വേറെ കോംപ്രമൈസ് ഇല്ല, എക്സ്ക്യൂസ് ഇല്ല. ഇറ്റ് മസ്റ്റ് ബി ഇൻ യു. ലെറ്റ് ദിസ് ബി ഇൻ യു എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പോൾ ഡസ് നോട്ട് ഗീവ് ഓൾ ദാറ്റ് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദീസ് വേഴ്സസ്. യേശുവിന്റെ സ്വഭാവം മുഴുവനും ഇവിടെ അദ്ദേഹം എഴുതിയിട്ടില്ല. ഈ വാക്യങ്ങൾ മാത്രമായിട്ട് എഴുതിയിട്ടില്ല. യേശുവിന്റെ മനസ്സിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്. He selects those qualities of our Lord which fit the needs of the Philippians at the moment. ആ സമയത്ത് ഫിലിപ്പിയ സഭയ്ക്ക് എന്താണ് ആവശ്യം? അവർ ഐകമത്യപ്പെടണം, ഒരുമിച്ച് നിൽക്കണം, ഏകഭാവം ഉണ്ടാകണം. അതിനാവശ്യമുള്ള കാര്യം മാത്രം, സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട്, കോണ്ടെക്സ്റ്റുവൽ ഓറിയന്റഡ് ആയിട്ട്, സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ട് പൗലോസ് യേശുവിന്റെ സ്വഭാവം, ഇവിടെ നിങ്ങൾക്ക് ഐക്യത ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകാൻ ഈ യേശുവിന്റെ മനസ്സ്, യേശുവിലുള്ള ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞ് യേശുവിന്റെ സ്വഭാവത്തിന്റെ ചില കാര്യങ്ങൾ പറയുകയാണ്. ദിസ് ലാക്ക് ഓഫ് യൂണിറ്റി among the Philippian saints became the occasion for perhaps the greatest Christological passage in the New Testament that sounds the depths of the incarnation. നോക്കൂ, ശരിക്കും അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായത്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്, ഒരു ആർഗ്യുമെന്റ് ഉണ്ടായത്, ഡിസഗ്രിമെന്റ് ഉണ്ടായത്, അത് പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞപ്പോൾ ഒരു പക്ഷേ അതിന്റെ ഫലമായിട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അവരുടെ ഇടയിൽ ഐക്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് എങ്കിൽ പോലും, അതാണ് കോണ്ടെക്സ്റ്റ് എങ്കിൽ പോലും, ഒരു പക്ഷേ ഈ എഴുത്തുകാരൻ ഇവിടെ പറയുകയാണ്, കമന്റേറ്ററോട് പറയുകയാണ്, ദൈവസഭയുടെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്റ്റോളജിക്കൽ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന്, ക്രൈസ്റ്റോളജിക്കൽ റെവലേഷൻ പുറത്തു വരുന്നതിന് അത് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പലപ്പോഴും പല കോൺഫ്ലിക്ട്സും ഒക്കെ ഉണ്ടാകുമ്പോൾ വിഷമം ഉണ്ടാകും, അല്ലെ? ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകും, അല്ലെ? അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഓഫ് കോഴ്സ് പാടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ when we come to the end, God can bring out something nice, something beautiful, something great, something glorifying Him, something transform our character, our nature. Hallelujah. ചില വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ ഒടുവിൽ ദൈവം അതിനെ നന്മയാക്കി തീർക്കാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ കനാവിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ ഇടയിൽ ആരാ വലിയവൻ എന്നൊരു വാദം നടന്നു. അതൊരു മോശം വാദമാണ്. ബട്ട് സ്റ്റിൽ യേശുവിന്റെ പാദം കഴുകിക്കൊണ്ട് സെർവൻ ലീഡർഷിപ്പ് എന്നുള്ള ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ആ വലിയ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് വെളിപ്പെടുത്താൻ അത് കാരണമായി. ഹല്ലേലൂയ. ആമേൻ.
ഇടർച്ചകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രയോ എന്താ പറയുക, പല പല സംഘർഷങ്ങളിലൂടെയാണ്, പല പല ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സിലൂടെയാണ് ഒടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, താഴ്മയും വിനയവും ഒക്കെ ഉള്ളവരായിട്ട് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവുണ്ടാകുന്നില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ അത് വീഴ്ചയാണ്, എൻ്റെ സ്വഭാവത്തിന് അതൊരു പോരായ്മയാണ്, ഞാൻ പറയുന്നതൊക്കെ നടക്കണം എന്നുള്ള ആ മനോഭാവം നല്ലതല്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും അതിൻ്റെ റിസൾട്ട്സ്, അതിൻ്റെ ഇമ്പാക്ട്സ്, അത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നിമിത്തം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്, റിപ്പന്റ് ചെയ്യുന്നത്, നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. എന്നതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് പോലെ ജീവിതത്തിൽ തികഞ്ഞവരാരും, നമ്മൾ ആരും തികഞ്ഞവരല്ല, അല്ലെ? നമ്മളിൽ ഇപ്പോഴും ഒത്തിരി കുറവുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, സോർട്ട് ഇറ്റ് ഔട്ട്, കം ബാക്ക് ഫ്രം ദാറ്റ്. ഹല്ലേലൂയ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, രൂപാന്തരം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാം തികഞ്ഞവനെന്ന് ചിന്തിക്കുന്നവന് ഒരിക്കലും വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇഫ് യു റിയലി desire for the spiritual growth, admit that there are so many shortcomings that I have to repair, I have to maintain, I have to come back, I have to repent. Hallelujah. ഈ ചിന്ത നമ്മെ ഭരിക്കണം. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, കണ്ടെത്താൻ അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ആ നിലയിൽ ഇരുന്നു പോകും, ആ സ്ഥിതിയിൽ ഇരുന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ ദൈവസഭയുടെ കുറവിനെ, പോരായ്മയെ, കർത്താവിന്റെ ആ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മാനിഫെസ്റ്റേഷൻ ഇൻ ദ ഫ്ലഷ്, എപ്പിഫാനിയെ, യേശു ജഡത്തിൽ വെളിപ്പെട്ടതിനെ, ദൈവം മനുഷ്യനായി തീർന്നതിനെ, വചനം ജഡമായി തീർന്നതിനെ, അതിന്റെ പിന്നിലെ വലിയൊരു ദൈവശാസ്ത്ര, ക്രിസ്തുശാസ്ത്ര തത്വത്തെ ഈ പാസേജിലൂടെ കൊണ്ടുവരികയാണ്, അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് all too easy for us to read the following description of Jesus and admire it from a distance. അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ആ ഡിസ്ക്രിപ്ഷനെ ആരാധനയോടെ ഇങ്ങനെ നോക്കി നിൽക്കാം. എന്താ യേശു ആരാ? ദൈവമാണ്, ദൈവരൂപത്തിലിരുന്നവൻ. അതിന്റെ അർത്ഥം അവിടുന്ന് ദൈവമാണ്, ദൈവത്തോട് സമത്വമുള്ളവൻ. ദാറ്റ് മീൻസ് ഹീസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ അതിനെ ഇങ്ങനെ നമുക്ക് ആ മഹാനായ, അത്ഭുതവാനായ, തേജോമയനായ സാക്ഷാൽ ദൈവം, അവിടുന്ന് ആ മഹത്വം മുഴുവൻ വെടിഞ്ഞ് തന്നെത്താൻ ത്യജിച്ച്, തന്റെ പിറകിൽ അതെല്ലാം വിട്ടേച്ച്, അതെല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നല്ലോ. ആരാധനയോടെ നമുക്ക് അതിനെ നോക്കി നിൽക്കാം. നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് ആവശ്യമാണ്. അവിടുന്ന് ആരാണ്, അവിടുന്ന് ആരായി തീർന്നു, അതെനിക്ക് വേണ്ടിയാണ് എന്ന് ആരാധനയോടെ, വിത്ത് an admiration, with adoration, let us watch and look and worship him. Hallelujah. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്ത് നിർത്താനല്ല പറയുന്നത്, അതിനെ നമ്മിലേക്ക് പകർത്താനാണ് പറയുന്നത്. Hallelujah. Take it into you. Praise the Lord. യേശുവിനെ ആരാധനയോടെ നോക്കിക്കാണുക മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തെ നമ്മിലേക്ക് നമ്മൾ ഏറ്റെടുക്കുക, ഉൾക്കൊള്ളുക, ക്രിസ്തുവിന്റെ മനസ്സിനെ നമ്മിലേക്ക് സ്വീകരിക്കുക. Admit, accept, receive the mind of Christ Jesus. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ആ വിഷയത്തെ അവിടെ പോസ് ചെയ്യുകയാണ്. നമുക്ക് ഈ ചോദ്യത്തോടെ കടന്നു പോകാം.
നമ്മുടെ മനസ്സ് യേശുവിൻ്റെ മനസ്സായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ക്യാരക്ടർ യേശുവിൻ്റെ ക്യാരക്ടറായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. 2 Corinthians chapter 5 verse 17. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനോഹരമാണ്, എവറിത്തിങ് ബിക്കെയിം ന്യൂ. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ സകലതും പുതുതായി തീരണം. സകലതും പുതുതായി തീരണം. നമ്മുടെ ചിന്ത രൂപാന്തരപ്പെടണം, മനസ്സ് രൂപാന്തരപ്പെടണം, കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകണം, മാനസാന്തരം എല്ലാ മേഖലയിലും ഉണ്ടാകണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പറ്റൂ, എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ, ഇതിന് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തും. നോ, യു കനോട്ട് സേ ദാറ്റ്. യു ആർ എ ക്രിസ്ത്യൻ ആൻഡ് ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. എനിക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ ഞൊടിയിട കൊണ്ട്, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രോഗ്രസീവ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വളർച്ചയുണ്ടായോ എന്നെങ്ങനെയാ നോക്കുന്നത്? ഒരു സ്ഥാപനം വളർന്നു എന്നെങ്ങനെയാ നോക്കുന്നത്? ഒരു വർഷം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ എടുക്കും. ഇപ്പോൾ ഒരു പക്ഷേ ഗ്രാഫ് താഴ്ന്നു നിൽക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ ഗ്രാഫിനേക്കാൾ ഇത് മുകളിലാണോ എങ്കിൽ നമ്മൾ വളർച്ചയിലാണ്, ലാഭത്തിലാണ്, അല്ലെ? അങ്ങനെയല്ലേ നോക്കുന്നത്? ചില വേളകളിൽ നമുക്ക് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. പക്ഷേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ്, അല്പക്കൂടെ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഗ്രേറ്റ്. അടുത്ത വർഷം ഇതിനേക്കാൾ കുറച്ചുകൂടെ വളരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിതം, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഇമോഷണലായിട്ടൊക്കെ നമുക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ചില വേളകളിൽ സ്പിരിച്വലി നമുക്ക് ഭയങ്കര സന്തോഷവും ദൈവവുമായിട്ട് നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഫീൽ ചെയ്യും. ചില സമയങ്ങളിൽ പീരീഡ് ഓഫ് സൈലൻസ് ഉണ്ട്. ദൈവം എന്നോട് എന്താ ഒന്നും സംസാരിക്കാത്തത്, ദൈവം എന്നെ മറന്നു, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുന്ന ആ ഫീലിങ്സ് എല്ലാം ട്രൂത്ത് അല്ല കേട്ടോ. വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂത്ത്. നമ്മുടെ എല്ലാ ഫീലിങ്സും ട്രൂത്ത് അല്ല. നമ്മുടെ എല്ലാ ഇമോഷൻസും ഫാക്റ്റ് ആയിരിക്കണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. നമ്മുടെ DNA അങ്ങനെയാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവമായിട്ട് നമ്മുടെ ബന്ധം അത് മാറ്റമില്ലാത്തതായിരിക്കണം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യോബിന്റെ തീരുമാനം. ചില വേളകളിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നാം, കൈവിടപ്പെട്ടെന്ന് തോന്നാം. നോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം അവിടുന്ന് വാക്ക് പറഞ്ഞിട്ട് മാറത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് യേശുവിന് മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മുടെ ക്യാരക്ടറിൽ, സ്വഭാവത്തിൽ ചില വേളകളിൽ ഇമോഷണലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആകുന്ന, വീക്ക് ആകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ബട്ട് ഡു നോട്ട് സ്റ്റേ ദെയർ. യു നീഡ് ടു കം ബാക്ക്. യു നീഡ് ടു ഗ്രോ. ദാറ്റ്സ് വാട്ട് ഗോഡ് വാണ്ട്സ് ഫ്രം യു. ഹല്ലേലൂയ. യേശുവിൻ്റെ മനസ്സ് എനിക്കുണ്ട്, ഞാൻ അതിൽ വളരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുവാൻ, ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ച് തെരഞ്ഞെടുത്തു. ഞങ്ങളിൽ ആ ക്രിസ്തുവിൻ്റെ മനസ്സും ഭാവവും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കങ്ങ് തന്നിട്ടുണ്ടല്ലോ, അതിൽ ഞങ്ങൾ വളരട്ടെ. ആ കൃപയിൽ വളരട്ടെ, ആത്മാവിൽ വളരട്ടെ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വളരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീയ വർധനവിനായി സ്തോത്രം, വളർച്ചയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കുറയുന്നവരല്ല, വളരുന്നവരായിരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങ് മാറ്റമില്ലാത്തവനായി ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. എല്ലാ നാളും കൂടെ ഉള്ളതിനായി സ്തോത്രം. ചില വേളകളിൽ ഞങ്ങൾ ഇമോഷണലി
അങ്ങ് കൂടെ ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. രാത്രി ദൈവമേവരെയും അനുഗ്രഹിച്ചാട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്ന അവിടുത്തെ സ്വഭാവമുള്ളവരായി അങ്ങയെ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.